കാസർഗോഡ് ജില്ലയിലെ LDF സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരമുണ്ടായെന്നാണ് CPMന്റെ വിലയിരുത്തൽ. സിറ്റിംഗ് സീറ്റായ ഉദുമ കൈവിട്ടു പോകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട്. തൃക്കരിപ്പൂരിൽ ഭൂരിപക്ഷം 5-ൽ 1 കുറയുമെന്ന ആശങ്കയും മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, അപ്പോൾ ഉദുമ കൈവിടുമോ എന്നൊരാശങ്ക അത് LDFനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉദുമയിൽ എന്ത് സംഭവിച്ചു എന്നാണ് LDFന്റെ വിലയിരുത്തൽ? കാസർഗോഡ് ജില്ലയിൽ 2 സിറ്റിംഗ് സീറ്റുകളാണ് CPMനുള്ളത്. LDFനാകെ 3 എണ്ണമുണ്ട്. കാഞ്ഞങ്ങാട് CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. CPIയുടെ സിറ്റിംഗ് സീറ്റായ കാഞ്ഞങ്ങാട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. എന്നാൽ ഉദുമയിൽ വലിയ രൂപത്തിൽ UDF കേന്ദ്രങ്ങളിൽ വോട്ട് പോൾ ചെയ്തതും SIRന് ശേഷം കൂടുതൽ വോട്ടുകൾ ആ ഭാഗങ്ങളിലുണ്ടായി എന്നതുമാണ് CPMന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ CPMന് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കാറുണ്ട്. അത്തരം വോട്ടുകൾ ഇത്തവണ ലഭിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ CPMന്റെ ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ 1500 വോട്ടിനെങ്കിലും പിറകിലാണ് എന്നതാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തിയപ്പോൾ അവരുടെ മുൻപിലുള്ള കണക്ക്. എന്നാൽ ഈ കണക്ക് വെച്ച് ഒരു പരാജയം നേതാക്കൾ കാണുന്നില്ല. കാരണം CPMന് കാലങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില കേന്ദ്രങ്ങളിൽ നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കാറുണ്ട്. ഈ നിഷ്പക്ഷ വോട്ടുകൾ കൂട്ടാതിരുന്നതുകൊണ്ടാണ് ഇത്തരം 1500 വോട്ടിൻ്റെ ഒരു കുറവ് ഇപ്പോൾ കണക്കാക്കിയത്. എന്നാൽ നിഷ്പക്ഷ വോട്ടുകളുടെ കൂടി കണക്ക് എടുക്കുമ്പോൾ അത് CPMന് തുണയാവും. അതോടുകൂടി ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാവും എന്നൊരു ആത്മവിശ്വാസം CPM കേന്ദ്രങ്ങളിലുണ്ട്. പക്ഷേ UDF ഇത്തവണ വലിയ ഒരു പോരാട്ടമാണ് ഉദുമയിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോരാട്ടം CPMന് ലഭ്യമാവുന്ന നിഷ്പക്ഷ വോട്ടുകൾ കുറച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ ഒരു ഏകീകരണം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും അത് CPMന് അനുകൂലമല്ല എന്നതുമാണ് CPMന്റെ ഈ ഒരു വിലയിരുത്തലിന് കാരണം. ഉദുമ കാലങ്ങളായി CPMനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലാണ് ഇപ്പോൾ UDFന് വലിയ വിജയമുണ്ടാവും എന്നൊരു റിപ്പോർട്ട് CPM കേന്ദ്രങ്ങളിൽ തന്നെ CPM നടത്തിയ മണ്ഡലം തലത്തിൽ നടത്തിയ വിലയിരുത്തലിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി കൊടുത്തത്. ആ ജില്ലാ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിലാണ് ഇത്തരമൊരു പരാമർശമുള്ളത്. CPMന് കാലങ്ങളായി ലഭിക്കുന്ന ഇത്തരം വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ല. UDFന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDFന് മേൽക്കൈ വരാറുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ ഒരിക്കലും CPMനെ കൈവിടാറില്ല. പക്ഷേ ഇത്തവണ പഞ്ചായത്ത് ഇലക്ഷനിലും അതോടൊപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലുള്ള ഒരു അവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി. ആ ഒരു കാരണം കൊണ്ട് തന്നെ 1500 വോട്ടിനെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പിറകിലാണ് എന്നൊരു കണക്കാണ് ഉദുമയിൽ നിന്നുള്ളത്. അതോടൊപ്പം തൃക്കരിപ്പൂർ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് ബാങ്കുള്ള പഞ്ചായത്തുകളുണ്ട്. കയ്യൂർ ചീമേനി പഞ്ചായത്തും പിലിക്കോട് പഞ്ചായത്തും ഒക്കെ CPMന് മാത്രം വോട്ടുള്ള പഞ്ചായത്താണ്. അത്തരം കേന്ദ്രങ്ങളിൽ പോലും ഇത്തവണ വലിയ രൂപത്തിൽ CPMനെ പിന്തുണച്ചില്ല എന്നതാണ് തൃക്കരിപ്പൂരിൽ CPM അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. അവിടെ 25,000-ന് മുകളിലാണ് കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ പാർട്ടിക്ക് ലഭിച്ച ഒരു വിലയിരുത്തൽ അനുസരിച്ച് 5000-ൽ താഴെ വോട്ട് മാത്രമേ VPP മുസ്തഫയുടെ ഭൂരിപക്ഷം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ ജില്ലയിൽ പാർട്ടി ഏറ്റവും ശക്തമായ കയ്യൂർ ചീമേനി പഞ്ചായത്ത്, പിലിക്കോട് പഞ്ചായത്ത് ഉൾപ്പെടുന്ന തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 25,000-ത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് 5000-ൽ താഴെയാവുന്നു എന്നതുപോലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. വരും ദിവസങ്ങളിൽ അത്തരം ചർച്ചകൾ ഒരുപക്ഷെ പാർട്ടിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കാസർഗോഡ് CPMന് വലിയ ആശങ്കയുണ്ടെന്നാണ് അവരുടെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉദുമ മണ്ഡലം കൈവിട്ടേക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി CPM ഇപ്പോൾ പറയുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഷഫീഖ് നസ്രുള്ള നൽകിയത്.